പ്രകൃതിയോട് ചേർന്ന് നിന്ന് ജീവിക്കുക. നമ്മളിൽ പലരുടെയെങ്കിലും ആഗ്രഹം ഇത് തന്നെയായിരിക്കും. അത്തരമൊരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കടുത്ത് പൊടിമറ്റത്തുള്ള കുളങ്ങരമുറിയിൽ വീടാണിത്. തൃശൂർ ബേസ് ആർക്കിടെക്ട്സ് ആയ ലിജോ റെനി ദമ്പതികളാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ക്രാഫ്റ്റ് സീസൺ 2 ബെസ്റ്റ് ഹോം എന്ന കാറ്റഗറിയിലാണ് ഈ വീട് മത്സരിക്കുന്നത്. വളരെ വിശാലമായ ഒരു ലാൻഡ്സ്കേപ്പിന്റെ ഒത്ത മധ്യത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ദ വാൾസ് ആൻഡ് ദ വാൾസ് എന്ന ടെക്നോളജിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സൈറ്റിൻ്റെ ഏതാണ്ട് നടുവിലായിട്ട് ഒരു അത്തിമരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ ചെറിയൊരു തറ പോലെയുള്ള ഒരു എന്താ പറയുക, ഫുള്ളി കൺസ്ട്രക്റ്റഡ് അല്ല, ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ക്ലയൻറ്റിൻ്റെ ഫാദറും മിസ്റ്റർ ചെറിയാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിരുന്നു. വളരെ ഒരു അറ്റാച്ച്മെൻ്റ് ആ മരമായിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഉച്ച നേരത്തൊക്കെ അവിടെ കിടന്നുറങ്ങിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഓൾറെഡി അവിടെ ഒരു ചെറിയൊരു കൃഷി പോലെ ഒരു ചെറിയൊരു ഭാഗം 20 സെൻസ് സ്ഥലമേ ഉള്ളൂ. അതിൻ്റെ ഒരു കോർണറിൽ ഓൾറെഡി ഒരു കപ്പ നട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈറ്റ് അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. യൂഷ്വലി മിക്ക ആർക്കിടെക്ട്സും ഏറ്റവും ഐഡിയലായിട്ട് കാണുക സൈറ്റിൻ്റെ സെൻറ്ററിൽ ഒരു പ്രോജക്റ്റ് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലയൻസും കാണുക സെൻറ്ററിൽ ചുറ്റും ലോൺ അല്ലെങ്കിൽ ചെടികൾ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അത് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അത്തിമരവും അതുപോലെ തന്നെ ചെടികളുള്ള ഭാഗങ്ങൾ വിട്ടിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ വീടിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് കാഞ്ഞിരപ്പള്ളി ലാൻഡ്സ്കേപ്പിലേക്ക് കുറേ കൂടി ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരു ഡിസൈനാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ഒത്തിരി മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചില ഭാഗത്തൊക്കെ 42 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറയുന്നു. അപ്പോൾ അത്രയും ഒരു എക്സ്ട്രീം ക്ലൈമറ്റിലേക്ക് പോകുന്നൊരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു വീട് ഈ പറഞ്ഞ ചൂടിൽ നിന്നും പറ്റാവുന്ന അത്രയ്ക്കും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വെച്ച് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്കൂടെ പോയപ്പോഴാണ് നമ്മൾ ഈ ഒരു ബാരൽ വാൾട്ട് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകാമെന്ന് നമുക്ക് തോന്നിയത്. നമ്മൾ ഈ പ്രോജക്റ്റിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്പേസസ് ആയിട്ടും വളരെ കുറച്ച് ഉപയോഗിക്കുന്ന സ്പേസസ് ആയിട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന സ്പേസസ് ആയിട്ടുള്ള ടോയ്ലറ്റ്, പാസേജസ്, സിറ്റ് ഔട്ട്സ്, അങ്ങനത്തെ ഏരിയാസിനെല്ലാം തന്നെ നമ്മൾ 2.1 ലെവലിലാണ് സ്ലാബ് കൊടുത്തത്. ബെഡ്റൂംസ്, ലിവിങ് റൂം എന്നുള്ള സ്പേസസിന് നമ്മൾ വാൾട്ട് ഷേപ്പിലുള്ള റൂഫ്, അവിടെ നിന്ന് ലിൻറ്റൽ ലെവലിൽ നിന്ന് സ്പ്രിങ് ചെയ്യുന്ന സെമി സർക്കുലർ ബാരൽ വാൾട്ട് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സാധാരണ കൺവെൻഷണൽ വീടുകളെയൊക്കെ ഈ സ്പേസുകൾ ഹൈറ്റ് കൂടുതൽ തോന്നിക്കുകയും എന്നാൽ തന്നെ നമുക്ക് 7 ഫീറ്റിലാണ് മേജർ സ്ലാബ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് പുറത്ത് നിന്ന് സാധാരണ വീടിനേക്കാൾ ഹൈറ്റ് കുറഞ്ഞൊരു വീടായിട്ട് ഇത് തോന്നിക്കുകയും ചെയ്തു. ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ 2 ആക്സസ് ആണുള്ളത്. ഒന്ന് ഡ്രോയിങ് ഏരിയ, ഒന്ന് ലിവിങ് സ്പേസ്. ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇവിടെ റൂഫിംഗ് എന്ന് വെച്ചാൽ എക്സ്പോസ്ഡ് കോൺക്രീറ്റ് റൂഫിംഗ് ആണ്. പിന്നെ സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ അപ്പ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ക്രൈസ്റ്റിൻ്റെ ഗ്രാനൈറ്റിൽ തീർത്തൊരു രൂപമുണ്ട്. ഇതാണ് ഈ
ഈ വീടിൻ്റെ ഡ്രോയിങ് ഏരിയ. പ്ലെയിൻ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതിന് സ്യൂട്ടാകുന്ന രീതിയിൽ ഐവറി ചേർന്ന് വുഡൻ വർക്ക്സും വരുന്നുണ്ട്. ഒരു സൈഡ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. സോ ലാൻഡ്സ്കേപ്പായിട്ടൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ പാരബോളിക് റൂഫിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് കം ഡൈനിങ് സ്പേസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വാൾസ് നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ല് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന് തെർമൽ വാൾസ് എന്ന് പറയും. കാരണം എപ്പോഴും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തൊരു തണുപ്പ് ഇവിടെയുണ്ട്. പാരബോളിക് റൂഫിംഗ് ആണ്. സ്ലിറ്റ്സ്, ഓപ്പണിംഗ് സ്ലിറ്റ്സ് ആണ് ഇവിടെ 2 എണ്ണം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലൈഡിംഗ് ആണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത്. 2 ഭാഗത്തും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കുറേയും കൂടി പുറത്ത് കാണുന്ന ആ ഒരു റസ്റ്റിക് നേച്ചർ, പുറത്ത് കാണുന്ന സ്ട്രോങ് റബിൾ വാളും അതുപോലെ തന്നെ വെയർ ചെയ്തിട്ടുള്ള ഗ്രീനറിയിലേക്ക് കൂടുതൽ ബ്ലെൻഡ് ചെയ്തിട്ട് മോസ് കളക്ട് ചെയ്തിട്ടുള്ള വാൾട്ടും അത് കണ്ടിട്ടാണ് ഒരാൾ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാർ കോൺട്രാസ്റ്റിലായിട്ട് ഒരിക്കലും നിൽക്കരുത് എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഉള്ളിലേക്കും എടുത്തിരിക്കുന്നത്. ഇൻ ദ സെൻസ് കുറേയും കൂടി റസ്റ്റിക് അറ്റ് ദ സെയിം ടൈം സിമ്പിൾ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടീക്ക് വുഡ് നമ്മൾ ഈ പ്രോജക്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഡോഴ്സ്, ചില ഷട്ടേഴ്സ്, മിക്കവാറും ഫേർണിച്ചേഴ്സിൻ്റെ കളേഴ്സ് നമ്മൾ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വാംത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. ഫ്ലോറിങ് കോട്ടയാണ്. കോട്ട ഒരു ഗ്രീനിഷ് ഗ്രേ ആണ്. എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ആണ് നമ്മൾ ഒട്ടുമിക്കവാറും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എക്സ്പോസ്ഡ് കോൺക്രീറ്റിൻ്റെ ഒരു കളറും ഗ്രേയിലാണ്. പിന്നെ ചില മറ്റ് മെറ്റീരിയൽസുകളും നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോൺ ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റോണിൻ്റെ ജെല്ലീസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഗ്രേഡ് ടോണിൽ വരുന്ന ഒരു ബാൻഡ്, ഒരു ഗ്രേഡ് ഒരു ബാൻഡ് തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. വേരിയസ് കളേഴ്സ്, വേരിയസ് ഷെയ്ഡ്സ് ഇൻ ഗ്രേസ്. മൂന്നാമത്തത് നമുക്ക് വൈറ്റ് ആണ്. വൈറ്റ് ഒരു ന്യൂട്രൽ, ഇതിനെല്ലാം തന്നെ കണക്ട് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞൊരു ബ്ലാങ്ക് ക്യാൻവസ് പോലെ അതിൻ്റെ ഉള്ളിലാണ് ഈ കളേഴ്സ് എല്ലാം പ്ലേ ചെയ്യുന്നത്. നാലാമത്തത് ഒരു മെറ്റീരിയലായിട്ട് പലരും കാണാത്തതാണ്. പക്ഷേ ഈ ഒരു പ്രോജക്റ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലാൻഡ്സ്കേപ്പാണ്.